ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയകരമായി 10 മണിക്കൂർ പിന്നിട്ടപ്പോൾ നൂറയും ആര്യനും അക്ബറും മാത്രമായി. നൂറ പറയാണ്, നിഷേധം പോയപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക, ഇനി എത്ര നേരം വേണേലും ഞാൻ ഇരുന്നോളാം എന്നാണ് നൂറ പറയുന്നത്. അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുമ്പോൾ നൂറ ആര്യനെ വിളിച്ച് കാണിക്കും, എന്നാൽ അക്ബറിൻ്റെ അടുത്ത് പറയത്തില്ല. അത് കണ്ടിട്ടാണ് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചവർ പറയും കാറിനുള്ളിലിരുന്ന് മത്സരിക്കുന്നവർ ഉറങ്ങാൻ പാടില്ലെന്ന്. അന്നേരം അക്ബർ എഴുന്നേക്കും. അത് കണക്ക് തന്നെ അടുത്ത വിറ്റ് വീട്ടിലുള്ളവരൊക്കെ ഒരുവിധം ഉറങ്ങിയെന്ന് തോന്നുന്നു. അതിലേക്ക് മാത്രം ഉറക്കമില്ല. അതിൽ നൂറ വണ്ടിക്കകത്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം, ആര്യൻ്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം, അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ ടൂറ് പോവുകയാണ്, പിന്നെ പറയുന്ന വാക്കുകളൊക്കെ ഡബിൾ മീനിങ്ങിലും വൃത്തികെട്ട വാക്കുകളൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ചിരിച്ചോണ്ടാണ് പറയുന്നതെങ്കിലും ബാക്കിയുള്ളവർക്ക് അതൊരു ഇതല്ലേ, അങ്ങനത്തെ വർത്തമാനങ്ങളാണ് അതിൽ പറയുന്നത്. ശരി, നിങ്ങൾ ടൂറൊക്കെ പോയിട്ട് വാ, ഞാൻ പോയി കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോവുകയാണ്. പിന്നെയും കുറേ നേരം ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കും. എല്ലാവരും പറയും ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും കണ്ണടയ്ക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഉറങ്ങിപ്പോകുന്നത് അക്ബറാണ്. അക്ബർ ഇറങ്ങാനാണ് ചാൻസ്, പക്ഷേ അക്ബർ ഇറങ്ങത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂറ പറയുന്ന അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നെയും ബിഗ് ബോസ് വിളിച്ച് പറയുമ്പം അക്ബർ എഴുന്നേക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അതാണ്ട് അതിൽ വീണ്ടും വരികയാണ്. അതിലേക്ക് ഉറക്കമില്ല, നൂറ വണ്ടിക്കകത്തിരിക്കുകയല്ലേ, അതിലേക്ക് ഉറക്കമില്ല. അതിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ എന്തോ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അന്നേരം ഇവർ പറയുന്നത് ഇത് ഭയങ്കര മോശമാണെന്ന് പറയുന്നു. വണ്ടിക്കകത്തിരുന്നുകൊണ്ട് അനീഷേട്ടൻ പോയപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുകയല്ലേ, അനീഷേട്ടൻ പോയപ്പോഴാണ് ഞങ്ങൾ നന്നായിട്ടിരിക്കുന്നത്, ഇപ്പം ഞങ്ങൾ ഹാപ്പിയാന്നൊക്കെ പറയുന്നത് അവരകത്തിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നൂറ പറയുന്ന ഭയങ്കര ബോറായിരുന്നു അനീഷേട്ടൻ. കാരണം ആരെയും പറയുന്നു അനിമോളും ഭയങ്കര ബോറായിരുന്നു, അനിമോളൊക്കെ അങ്ങ് ഇറക്കി വിടുമായിരുന്നു, ഭയങ്കര ബോറായിരുന്നു, അനിമോളും ബോറാ അനീഷേട്ടനും ബോറാ, അവർ രണ്ടുപേരും പോയപ്പോഴാണ് നമ്മൾ ഫ്രീ ആയതെന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നത് ഞാൻ ഇറങ്ങുവാന്ന് പറയുന്നു. അന്നേരം അതിൽ പറയുന്നത് നീ മുന്നേ ഇറങ്ങ് ഞാൻ പിന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ അക്ബർ ഇതാ ഇറങ്ങാൻ പോകുന്നെന്ന് അതിൽ വിളിച്ച് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു, അക്ബർ ഈ ടാസ്കിൽ നിന്ന് ഔട്ടായിരിക്കുന്നത്, ഇനി അവർ 2 പേര് മാത്രം, 2 പേർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ല.